ഹലോ എവരിവൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള വീട് എന്ന് പറയുന്നത് വാടക വീടാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ പുതിയതായിട്ട് പണിയാൻ പോകുന്ന വീട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം എവരി വൺ ടു മൈ വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ, വീടിനെ തറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ പ്ലാൻ ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇത് 868 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് കേട്ടോ. വളരെ ചെറിയൊരു വീടാണ് ഞങ്ങൾ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കടമൊക്കെ എടുത്തിട്ട് പിന്നെ അത് വീട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു വീട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് 3 ബെഡ്റൂംസാണ് വരുന്നത്. അതേപോലെ ഒരു ഹാൾ, ലിവിങ് ഏരിയ, ഡൈനിങ്, പിന്നെ 2 ബാത്റൂംസ്. പിന്നെ ഞങ്ങളിതിൻ്റെ പുറത്തേക്കൊരു ചെറിയ വർക്ക് ഏരിയയും കൂടി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പിന്നീടായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള പ്ലാൻ. 868 സ്ക്വയർ ഫീറ്റാണ് ഇത്രയും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് വന്നു, അതിൻ്റെ കോസ്റ്റ് എത്രയെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കല്ല് വെച്ചിട്ടാണ് തറ കെട്ടുന്നത്, അതായത് കരിങ്കല്ല് കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇതാണ് കരിങ്കല്ല്. നമ്മൾ ട്രഡീഷണലി കരിങ്കല്ല് വെച്ചിട്ടാണ് തറ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പില്ലർ വാർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. കരിങ്കല്ല് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു 868 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ വേണ്ടിയിട്ട് 1500 അടി കല്ലാണ് കേട്ടോ വേണ്ട വന്നത്. ഏകദേശം 70,000 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു തറ കെട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടാണ്, അതായത് മണ്ണ് കുഴച്ച് തേച്ചിട്ടാണ് ഈ ഒരു കരിങ്കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു പഴയ മെത്തേഡാണ്, നല്ല ഉറപ്പ് കിട്ടും എന്നാണ് ഞങ്ങളുടെ കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. പഴയ കാലത്തെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇടക്കാലത്ത് നിന്ന് പോയി പിന്നെയും ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തറ കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്തതായിട്ട് നമ്മൾ ബെൽറ്റ് വാർത്തതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും കെട്ടി തുടങ്ങും. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി വേണ്ടത് നമ്മുടെ ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് ഓരോ നാട്ടിലും ഓരോ കോൺട്രാക്ടർമാർ അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ക്വയർ ഫീറ്റിന് 70 രൂപയാണ്. അതായത് ഈ ഒരു തറ കെട്ടി അത് കോൺക്രീറ്റ് ചെയ്യുന്നത് അത്രയും കാര്യത്തിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളുടെ ബെൽറ്റ് വാർപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും അതിൻ്റെ മെറ്റീരിയൽസും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.